നമസ്കാരം. ഇന്ന് അഭിഭാഷക ദിനം, അഡ്വക്കേറ്റ്സ് ഡേ. അഭിഭാഷക ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് അഭിഭാഷകരായി വരുന്നവർക്ക് വേണ്ടിയും അഭിഭാഷകരായ യുവതലമുറയോടുമാണ്. എന്നോട് എൻ്റെ സഹപാഠികളായ പലരും അവരവരുടെ മക്കളെ വക്കീലന്മാരാക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഏറ്റവും നല്ല പ്രൊഫഷനാണ്, വളരെ അംഗീകാരമുള്ള പ്രൊഫഷനാണ്, വളരെ സ്വാധീനമുള്ള പ്രൊഫഷനാണ്, വളരെ സ്വാതന്ത്ര്യമുള്ള പ്രൊഫഷനാണ്. അപ്പോൾ അവർ ചോദിക്കും, നീ എന്താ നിൻ്റെ മക്കളെ വിടാഞ്ഞത്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ മക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. താല്പര്യമില്ലാതെ ഒരാൾ ഈ പ്രൊഫഷനിൽ വന്നാൽ അവൻ രക്ഷപ്പെടത്തില്ല. ഈ പ്രൊഫഷനോട് ഒരു വളരെ ആസക്തി തന്നെ വേണം. ആ വാക്കാണ് ഏറ്റവും നല്ലത്, ആസക്തി, പാഷൻ. ഈ പ്രൊഫഷനെ ആരാധിക്കണം. ഈ പ്രൊഫഷനെ ആരാധിച്ച് അതിനോടൊപ്പം സത്യസന്ധമായി പോകണം. സത്യസന്ധം എന്ന് പറഞ്ഞാൽ ആ പ്രൊഫഷനോടുള്ള സത്യസന്ധത. ഒരു വക്കീലിന് വേണ്ടിയത് വലിയ വായനയും വലിയ ബുദ്ധിയും വലിയ കൗശലവും ഒന്നുമല്ല, ഒറ്റ ഒരു കാര്യം മാത്രമാണ്. ഒരു വക്കീലിന് വേണ്ടിയത് നിഷ്ഠയാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാകണം വക്കീൽ. വക്കീൽ ലഭ്യമാവുന്നവനാകണം വക്കീൽ, അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ കുടവെക്കുന്നിടത്ത് വടിവെക്കാത്തതും വടിവെക്കുന്നിടത്ത് കുടവെക്കാത്തതുമായ ആൾക്കാർ വക്കീലന്മാരായാൽ എത്ര ബുദ്ധിമാന്മാരായാലും എത്ര കൗശലശാലിയായാലും എത്ര വാക്ചാതുര്യമുണ്ടെന്ന ആളായാലും എന്തൊക്കെ ശ്രുതമുള്ള ആളായാലും ഒരു പ്രയോജനവുമില്ല. ആവറേജ് ബുദ്ധിയും ആവറേജായിട്ടുള്ള എല്ലാ കൗശലവും ഒക്കെ മതി. പക്ഷേ ഈ പ്രൊഫഷനോട് ഒട്ടിച്ചേർന്ന് പോകണം. ഈ പ്രൊഫഷനോട് ഒട്ടിച്ചേർന്ന് ഈ പ്രൊഫഷനെ എപ്പോഴും ധ്യാനിച്ച് പരിലാളിച്ച് അതിനെ മെയ്യോട് മെയ് ചേർത്ത് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ ഒരിക്കലും ഈ പ്രൊഫഷൻ നമ്മളെ ചതിക്കില്ല. ഇഷ്ടംപോലെ പൈസ കിട്ടും, നമുക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടും. വലിയ കോടീശ്വരന്മാരാവുക എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടും. അതിൽ അപൂർവം പേരെ വലിയ പ്രഗത്ഭരായി പോവുകയുള്ളൂ. അവരെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, വലിയ പ്രാഗൽഭ്യമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമുക്കുള്ള അന്നം അത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ പ്രൊഫഷനോട് താല്പര്യമുള്ള, ഈ പ്രൊഫഷനോട് ഇഷ്ടമുള്ള ഒരാൾ ഈ ജോലിയിലേക്ക് വന്നാൽ ഒരിക്കലും ഒരു പരാജയം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ 30 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ വളരെ കഷ്ടമായിരുന്നു, വരുമാനമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പയ്യെ പിടിച്ച് ഒരു 7-10 വർഷം കഴിഞ്ഞാണ് ഒരുവിധം വരുമാനമൊക്കെ ആയി തുടങ്ങിയത്. ഇപ്പോൾ പ്രശ്നമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പം കുഴപ്പമില്ല, സുഖമായി ജീവിക്കാം. വലിയ ആക്രാന്തമൊന്നും വേണ്ട, വലിയ ചാട്ടവും എടുത്തുചാട്ടവും ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോവുക. മറ്റുള്ളവരെ നോക്കാൻ പോകരുത്, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പോകരുത്, മറ്റുള്ളവരുടെ കേസ് പിടിക്കാൻ പോകരുത്. അങ്ങനെ വലിയ ആക്രാന്തമൊന്നുമില്ലാതെ അങ്ങ് പോവുക. ആവറേജായി പോയാൽ വലിയ കേസ് പിടുത്തവും വലിയ അഭ്യാസവും വേലയൊക്കെ കാണിച്ചാൽ അത് പെട്ടെന്ന് അണഞ്ഞു പോകും. ഗ്രാജ്വലായിട്ടുള്ള ഉയർച്ചയാണ് വേണ്ടത്, വളരെ ഗ്രാജ്വലായിരിക്കണം. അതിനെ ഉറപ്പുണ്ടാകും. ഏതിനും ഗ്രാജ്വലാണെങ്കിൽ ഉറപ്പുണ്ടാകും. 3 പ്രൊഫഷനാണ് പണ്ട് മുതലേ പറയുന്നത്. ഒന്ന് ഡോക്ടർ, എൻജിനീയർ, വക്കീൽ. ഇത് 3-ൽ നോക്കിയാൽ ഏറ്റവും മേലെ തട്ടി നിൽക്കുന്നത് വക്കീലാണ്. കാരണം വക്കീലിൻ്റെ അത്രയും പൊതുജനസമ്മതിയും അംഗീകാരവും സ്വാധീനവും ഡോക്ടർക്കും എൻജിനീയർക്കും ഇല്ല. ഒരു ഡോക്ടറെ ചികിത്സിക്കപ്പെടുന്ന രോഗികളറിയും, ഒരു എൻജിനീയറെ ആ തലത്തിൽ മാത്രം. പക്ഷേ ഒരു വക്കീലിനെ പൊതുജനം മുഴുവൻ അറിയും. മിടുക്കനായ വക്കീലിനെ പൊതുജനം മുഴുവൻ അറിയും. ഒരു സാധാരണ വക്കീലിനെ പോലും പൊതുജനം നന്നായി അറിയും. ഞാനൊരു ആവറേജ് വക്കീലാണ്. എനിക്ക് ഇഷ്ടംപോലെ പരിചയങ്ങൾ, ഇഷ്ടംപോലെ സ്വാധീനം, ഇഷ്ടംപോലെ പല്ലുമായിട്ടുള്ള അടുപ്പം ഒക്കെ ഉണ്ട്. സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ടുള്ള സ്വാധീനം, ആൾക്കാരുടെ സ്വാധീനം എന്ന് വെച്ചാൽ ഭരണതലത്തിലുള്ള സ്വാധീനമൊന്നും ആണെന്ന് നിങ്ങൾ ധരിക്കരുത്. ആൾക്കാരുമായുള്ള സ്വാധീനം എന്ന് വെച്ചാൽ അതാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും. പിന്നെ എവിടെയും ചെന്ന് ഒരു വക്കീലാണെന്ന് പറഞ്ഞാൽ ആ ഒരു അംഗീകാരം ഒരുവിധം ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും തരും. വിവരദോഷികൾ തരത്തില്ല, അതിൻ്റെ ചില കാര്യങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യും.
അങ്ങനെയാണ് ഈ വക്കീൽ പണി. അതുകൊണ്ട് ഈ വക്കീൽ പണിയെപ്പറ്റി അതിനെപ്പറ്റി പറയുന്നത് ഒരിക്കലും ഇതിൽ മൂത്ത് കിടക്കുന്ന വക്കീലന്മാരെ പറ്റിയല്ല. ഈ പ്രൊഫഷനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരും ഈ പ്രൊഫഷനിൽ ഉള്ള യുവതലമുറയ്ക്കുമാണ് നിങ്ങൾ ഐശ്വര്യമായിട്ട് വന്നുകൊള്ളുക. ഇത് ഉഗ്രൻ പ്രൊഫഷനാണ്, അല്ല മനോഹരമായ പ്രൊഫഷനാണ്. ആരെയും കൂസണ്ട. നമുക്ക് മേളിൽ ആകാശം, താഴെ ഭൂമി. നമ്മളെ ആരും ഭരിക്കത്തില്ല. കക്ഷികളോട് മാത്രം നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നു, മറ്റാരോടും യാതൊരു വിധേയത്വമില്ല. കോടതി ചെന്നാൽ കോടതി വഴങ്ങണം എന്ന് വെച്ച് കോടതിയൊന്നും നമ്മളോട് നമ്മുടെ സ്വകാര്യതയിലും നമ്മളെ അച്ചടക്കം പഠിപ്പിക്കാനൊന്നും വരില്ല. കോടതിയുടെ അച്ചടക്കത്തിൽ നമ്മൾ പോകണം, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മനോഹരമായ പ്രൊഫഷനാണ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ വക്കീലാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാനിത് ആസ്വദിക്കുന്നുണ്ട് ഈ പ്രൊഫഷൻ. പിന്നെ എനിക്കിപ്പോൾ 56 വയസ്സ് കഴിഞ്ഞ് 57 ആവുന്നു. ഒരു സന്തോഷ വർത്തമാനം കൂടെ ഉണ്ട്. എന്നോടൊപ്പം സർക്കാർ സർവീസിൽ കയറി വലിയ തസ്തികയിൽ ഇരുന്നവരെല്ലാം റിട്ടയർ ചെയ്തിപ്പം മൂലക്കിരിക്കുകയാണ്. ഞാനിപ്പോഴും കോട്ടിട്ട് കോടതിയിൽ പോകുന്നു. അവരെ ഇപ്പോൾ ട്രഷറിയുടെ മുന്നിൽ പെൻഷൻ വാങ്ങിക്കാൻ വന്ന് നിൽപ്പുണ്ട്. വലിയ തസ്തികയിൽ വലിയ DYSPമാരും പിന്നെ ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ പലരും എനിക്കറിയാം. അന്നേരം ഇതിന് ഒരിക്കലും ഒരു പെൻഷൻ പ്രായമില്ല. ചാവുന്നിടം വരെ ഓഫീസിൽ വരാം, കോടതിയിൽ പോകാം, കേസുണ്ടെങ്കിൽ നടത്താം, കേസില്ലെങ്കിൽ വക്കീലാന്ന് പറഞ്ഞ് നടക്കാം. വക്കീൽ പണിയിൽ പിന്നെ യുവതലമുറയോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു കേസിൻ്റെ വിധിയെപ്പറ്റിയോ അതിൻ്റെ അനന്തര ഫലത്തെപ്പറ്റിയോ സാധിക്കാൻ പറ്റാത്ത കാര്യത്തെപ്പറ്റി വലിയ വാഗ്ദാനം കക്ഷികൾക്ക് കൊടുക്കരുത്. ഒരു ജാമ്യം തന്നെ ചില വക്കീലന്മാർ പറയും 3-ാമത്തെ ദിവസം വാങ്ങിച്ചു തരാം, അല്ല ഒരാഴ്ച വാങ്ങിച്ചു തരാം. അവൻ 70 ദിവസം കിടന്നിട്ടായിരിക്കും വെളിയിറങ്ങുന്നത്. തിരിച്ച് വരുന്ന വഴിക്ക് ഈ വക്കീലിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിച്ചിട്ടാണ് വരുന്നത്. അത് അവന് ഭാവിയിൽ ദോഷം ചെയ്യും. ഒരു കേസിന് കൃത്യമായ കാര്യം കക്ഷിയെ ബോധിപ്പിക്കണം. ഈ കേസിന് ഇന്ന രീതിയിലേ പറ്റൂ, ഈ കേസ് ഇന്ന രീതിയിൽ വരും, അത് ഏത് വക്കീലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുക. അവർക്ക് കേസ് നമ്മൾ തരാൻ താല്പര്യമില്ല. മറ്റു വക്കീലന്മാരാരെങ്കിലും ഇങ്ങനെ കൂടുതൽ പെട്ടെന്ന് സാധിച്ചു കൊടുക്കാം, നല്ല വിധി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ പറയണം. അവൻ്റെ കേസ് വേണ്ട. അവൻ്റെ കേസ് പിടിച്ച് നമുക്ക് തെറിയേക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രൊഫഷണൽ ദോഷമാണ്. നമ്മളെ വിശ്വസിക്കുന്ന കക്ഷിയെ അവരോട് നമ്മൾ പുലർത്തേണ്ടത് സത്യസന്ധമായി അവരോട് കേസിൻ്റെ നിജസ്ഥിതി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക. ആ നിജസ്ഥിതി പറഞ്ഞ് അതിനകത്ത് സത്യസന്ധതയുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. ഭാവിയിൽ അത് നമുക്ക് ഗുണം ചെയ്യും. കാരണം ഈ ഞാൻ പറയുന്ന രീതിയിൽ കേസ് വന്നു, അല്ലെ ഞാൻ പറഞ്ഞതായിരുന്നു എൻ്റെ സത്യം, ആ കക്ഷി എന്നും നമ്മളോട് കൂറുള്ളവനായിരിക്കും. അവൻ്റെ നാക്കാണ് നമ്മുടെ പ്രൊഫഷൻ. അല്ല നമ്മുടെ പരസ്യം മറ്റൊന്നുമല്ല, കക്ഷിയുടെ നാക്കാണ്. ആ നാക്കിലൂടെയാണ് നമുക്ക് കേസ് കിട്ടേണ്ടത്. കേസ് പോകുന്നതും അങ്ങനെയാണ്. കള്ളത്തരം പറഞ്ഞ് പലരും ചെയ്യാറുണ്ട്. എനിക്കറിയാം പല വക്കീലന്മാരും. അവരെ ഒന്നും പ്രൊഫഷൻ നിലനിൽക്കത്തില്ല. സത്യസന്ധമായി പറയുന്നത് മാത്രമേ നിലനിൽക്കൂ. അങ്ങനെ വേണം ഈ പ്രൊഫഷൻ നമ്മൾ കൈകാര്യം ചെയ്യാൻ. യുവതലമുറയോടാണ് ഈ ഉപദേശമില്ല. എന്നെപ്പോലുള്ള മൂത്തിരിക്കുന്നവന്മാരോടൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവരൊക്കെ വളഞ്ഞവന്മാരാണ്, ഞാൻ ഉൾപ്പെടെ. അന്നേരം യുവതലമുറ, വരാനിരിക്കുന്നവരും വന്നവരുമായ യുവതലമുറയോട് ആണ് എൻ്റെ ഉപദേശം. വക്കീലായിക്കൊള്ളുക, നല്ല വക്കീലാകുക, നന്നായി വരും. സന്തോഷമായ പ്രൊഫഷനാണ്.